PN junction. A PN junction is the basic building block of many semiconductor devices like diodes, transistors, etc. എല്ലാ ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടിങ് ഡിവൈസുകളുടെ അടിസ്ഥാനപരമായ ഒരു ബിൽഡിംഗ് ബ്ലോക്കാണ് PN ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഡയോഡ് എന്ന് പറയുന്ന സെമി കണ്ടക്ടിങ് ഡിവൈസിൽ നമുക്ക് അത്തരത്തിലുള്ള ഒരു PN ജംഗ്ഷൻ്റെ ഫോർമേഷൻ കാണാൻ സാധിക്കും. ട്രാൻസിസ്റ്ററിലേക്ക് വരുമ്പോൾ മറ്റൊരു സെമി കണ്ടക്ടിങ് ഡിവൈസായ ട്രാൻസിസ്റ്ററിലേക്ക് വരുമ്പോൾ 2 PN ജംഗ്ഷൻസിൻ്റെ ഒരു ഫോർമേഷൻ കാണാൻ സാധിക്കും. അങ്ങനെ സെമി കണ്ടക്ടിങ് ഡിവൈസുകളുടെ ഒക്കെ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള PN ജംഗ്ഷൻ ഫോർമേഷനുകൾ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് എ PN junction is the basic building block of many semiconductor devices. So in this video we will try to understand how a junction is formed. ഒരു PN junction എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. Consider a thin silicon semiconductor wafer, meaning an intrinsic semiconductor. It can be a germanium wafer also. So consider a thin silicon semiconductor wafer. By adding precisely a small quantity of pentavalent impurity on half portion of silicon crystal and remaining half by trivalent impurity atom, we get a PN junction. അപ്പോൾ ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ പകുതി ഭാഗത്ത് പെൻറ്റാവാലൻറ്റ് ഇമ്പ്യൂരിറ്റി കൊണ്ട് ആഡ് ചെയ്യുക. പെൻറ്റാവാലൻറ്റ് ഇമ്പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വാലൻസി 5 വരുന്ന ആറ്റംസ് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കണ്ടിരുന്നു. ഗ്രൂപ്പ് 5 എലമെൻറ്റ്സ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ വാലൻസി 5 വരുന്ന ആറ്റംസ് ചില സിലിക്കണുകളെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് പെൻറ്റാവാലൻറ്റ് ഇമ്പ്യൂരിറ്റി ആറ്റം, അതിൻ്റെ റിമൈനിങ് പോർഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രൈവാലൻറ്റ് ഇമ്പ്യൂരിറ്റി ആറ്റം ആഡ് ചെയ്യുന്നു. എന്താ ട്രൈവാലൻറ്റ് ഇമ്പ്യൂരിറ്റി ആറ്റം? വാലൻസി 3 വരുന്ന ഗ്രൂപ്പ് 3 എലമെൻറ്റ്സുകളാണ് നമ്മൾ സാധാരണ ചൂസ് ചെയ്യാറ്. അതേതൊക്കെയാണെന്നൊക്കെ ഉള്ളത് കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ വളരെ വ്യക്തമായി പറഞ്ഞതാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ട്രൈവാലൻറ്റ് ഇമ്പ്യൂരിറ്റി ആറ്റം കൊണ്ട് എന്ത് ചെയ്യുന്നു? രണ്ടാമത്തെ പോർഷനെ നമ്മൾ ഡോപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഡോപ്പ് ചെയ്യപ്പെടുമ്പോൾ the wafer now contains a P region and an N region and a metallurgical junction between P and N region. അപ്പോൾ പെൻറ്റാവാലൻറ്റ് ഇമ്പ്യൂരിറ്റി ആറ്റം കൊണ്ട് ആഡ് ചെയ്ത ആ പോർഷൻ N ടൈപ്സ് സെമി കണ്ടക്ടറായിട്ട് മാറുകയും ട്രൈവാലൻറ്റ് ഇമ്പ്യൂരിറ്റി ആറ്റം കൊണ്ട് ആഡ് ചെയ്ത ആ ഭാഗം P ടൈപ്പ് സെമി കണ്ടക്ടറായിട്ട് മാറുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ക്രിസ്റ്റൽ ഫോം ചെയ്യുന്ന സമയത്ത് അവയ്ക്കിടയിൽ ഒരു മെറ്റലർജിക്കൽ ജംഗ്ഷൻ ഫോം ചെയ്യുന്നു. ആ മെറ്റലർജിക്കൽ ജംഗ്ഷനാണ് നിങ്ങൾക്ക് അവിടെ പിക്ചറിൽ കാണാൻ സാധിക്കുന്നത്. ഒരു ബാരിയർ പോലെ, ഒരു ഔട്ട്ലൈൻ പോലെ നമുക്ക് ഒരു സെപ്പറേഷൻ അവിടെ കാണിക്കുന്നു ബിറ്റ്വീൻ ദി N ടൈപ്പ് ആൻഡ് P ടൈപ്പ് സെമി കണ്ടക്ടർ. Now, a donor atom എന്ന് പറഞ്ഞാൽ പെൻറ്റാവാലൻ്റ് ആറ്റം. എ ഡോണർ ആറ്റം ഗീവ്സ് 1 ഫ്രീ ഇലക്ട്രോൺ. എല്ലാ ഡോണർ ആറ്റവും ഒരു ഫ്രീ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അവിടെ എത്ര ഡോണർ ആറ്റംസ് ഉണ്ടോ അത്ര തന്നെ ഫ്രീ ഇലക്ട്രോൺസുകളും ഉണ്ടാവുന്നു. സോ ഈച്ച് ഡോണർ ആറ്റം പ്രൊവൈഡ്സ് 1 ഇലക്ട്രോൺ. Along with this, there will be intrinsically generated electrons also. അപ്പോൾ മെജോറിറ്റി ആയിട്ടുള്ള ചാർജ് കാരിയേഴ്സ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഇൻട്രിൻസിക്കലി ജനറേറ്റഡ് ആയിട്ടുള്ളവയും അതുപോലെ തന്നെ ഡോണർ ആറ്റം പ്രൊവൈഡ് ചെയ്യുന്നവയുണ്ട്. അപ്പോൾ ഇൻട്രിൻസിക്കലായിട്ട് ജനറേറ്റ് ചെയ്യപ്പെട്ട ഇലക്ട്രോൺസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇൻട്രിൻസിക്കലി ജനറേറ്റഡ് ഹോൾസും അവിടെ അവൈലബിൾ ആണ്. പക്ഷേ അപ്പോൾ മൈനോറിറ്റിയാണ്, വളരെ കുറവാണ്, നമ്പർ വളരെ കുറവാണ് ഇൻസൈഡിലുള്ള ഹോൾസിൻ്റെ എണ്ണം. അപ്പോൾ മെജോറിറ്റി ആയിട്ടുള്ള ചാർജ് കാരിയേഴ്സ് ഇലക്ട്രോൺസുകളാണ്. ഇതുപോലെ ട്രൈവാലൻറ്റ് ഇമ്പ്യൂരിറ്റി ആറ്റം അല്ലെങ്കിൽ അക്സെപ്റ്റർ ആറ്റം ഒരു ഹോളാണ് ഡൊണേറ്റ് ചെയ്യുന്നത്. അവിടെ ഒരു വേക്കൻസിയാണുള്ളത്. അപ്പോൾ എത്ര ആറ്റംസ് അവിടെ ഉണ്ടോ അതിനോടൊപ്പം ഇൻട്രിൻസിക്കലി ആയിട്ട് ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഹോൾസുകളും നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ട് മെജോറിറ്റി ഓഫ് ദി ചാർജ് കാരിയേഴ്സ് ഇൻ ദി P type will be holes. Along with that, you can also find some
minority charge carriers, that is electrons, but their number is very, very small. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺസുകൾ ഒരു സൈഡിലും ഹോൾസ് മറു സൈഡിലും ഉണ്ടാവും. സോ ദർ ഈസ് കോൺസെൻട്രേഷൻ ഡിഫറൻസ്. So due to this difference in concentration gradient, that is electrons and holes, there is a chance that once that crystal is formed, immediately the electrons from the n side will diffuse us to the p side. ആ മെറ്റലർജിക്കൽ ജംഗ്ഷൻ ഡിഫ്യൂസ് ചെയ്ത് പി സൈഡിലേക്ക് പോകുന്ന ഒരു രീതി കാണാം. അതുപോലെ തന്നെ the holes on the p side will diffuse us to the n side. This is what is called diffusion. Due to the difference in electron and hole concentration, the holes and electrons will diffuse us across the junction and giving rise to a diffusion current. ഒരു ഡോണർ ആറ്റത്തെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ രീതിയിലാണ്. A positive charge wrapped by an electron or a positive charge covered by an electron. ഇതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഡോണർ ആറ്റത്തിൽ ഫ്രീ ഇലക്ട്രോൺ ഉണ്ട്. ഒരു ഫ്രീ ഇലക്ട്രോൺ വരുന്നുണ്ട്, അഞ്ചാമത്തായിട്ടുള്ള വാലൻസ് ഇലക്ട്രോൺ. അത് ഫ്രീ ആണ്. ഒരു ചെറിയ ടെമ്പറേച്ചർ വ്യത്യാസം മതി, ദിസ് ഇലക്ട്രോൺ വിൽ ഫ്രീ ഫ്രം ദാറ്റ് ആറ്റം. സോ വൺസ് ദാറ്റ് ഇലക്ട്രോൺ ഈസ് ഡിറ്റാച്ച്ഡ് ഫ്രം ദാറ്റ് ആറ്റം, ദ ആറ്റം ബിക്കംസ് പോസിറ്റീവ്ലി ചാർജ്ഡ്. ആ ഒരു ലോജിക് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഡോണർ ആറ്റത്തെ ഈ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതുപോലെ അക്സെപ്റ്റർ ആറ്റത്തെ നമ്മൾ നെഗറ്റീവ് ചാർജ് റാപ്ഡ് ബൈ എ ഹോൾ ഓർ എ നെഗറ്റീവ് ചാർജ് കവേർഡ് ബൈ എ ഹോൾ. ഹോളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അക്സെപ്റ്റർ ആറ്റം അക്സെപ്റ്റ്സ് ആൻ ഇലക്ട്രോൺ. ആ ഇലക്ട്രോൺ ഹോളുമായി റീകമ്പൈൻ ചെയ്തു പോകുന്നു. അപ്പോൾ ഒരു ഇലക്ട്രോൺ എക്സസ് ആവുന്നു. അതുകൊണ്ട് ആറ്റം നെഗറ്റീവ്ലി അയോണൈസ് ചെയ്യപ്പെടുന്നു എന്ന തത്വം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അക്സെപ്റ്റർ ആറ്റത്തെ ഈ രീതിയിൽ കാണുന്നത്. അപ്പോൾ ഡോണർ ആറ്റത്തിൻ്റെയും അക്സെപ്റ്റർ ആറ്റത്തിൻ്റെയും സിംബലൈസേഷൻ ഇങ്ങനെയാണ്. അവയെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഒരു പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുമ്പോൾ ഒരു സൈഡിൽ പെൻറ്റാവാലൻ്റ് ആറ്റം ആഡ് ചെയ്യുന്നു. പെൻറ്റാവാലൻ്റ് ആറ്റം എന്ന് പറയുമ്പോൾ ഡോണർ ആറ്റംസ് ആണ് ഒരു സൈഡിൽ വരുന്നത്. മറ്റൊരു സൈഡിൽ നമുക്ക് അക്സെപ്റ്റർ ആറ്റത്തെയും കാണാം, ജസ്റ്റ് ഷോൺ ഇൻ ദിസ് ഫിഗർ. So at the n side you have donor atoms and at the p side you have acceptor atoms. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഡിഫറൻസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ഉണ്ടാവുന്നത് കൊണ്ട്, ആ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് നിലനിൽക്കുന്നത് കൊണ്ട്, ദ ഇലക്ട്രോൺസ് ഫ്രം ദി എൻ റീജിയൻ വിൽ ഡിഫ്യൂസസ് ടു ദി പി സൈഡ് ആൻഡ് ഹോൾസ് ഫ്രം ദി പി സൈഡ് ഗെറ്റ് ഡിഫ്യൂസസ് ടു ദി എൻ സൈഡ്. അവ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫ്യൂസ് ചെയ്ത് പോകുന്നു. You can see here. They gets combined and they gets neutralized. അല്ലെങ്കിൽ റീകോമ്പിനേഷൻ പ്രോസസ്സിലൂടെ അത് ന്യൂട്രലൈസ് ചെയ്തു പോകുന്നു. അങ്ങനെ പോകുമ്പോൾ എന്താ ഇവിടെ കാണാൻ സാധിച്ചത്? നിയർ ടു ദാറ്റ് ജംഗ്ഷൻ യു ക്യാൻ സി ഇമ്മൊബൈൽ പോസിറ്റീവ് ചാർജസ് ആൻഡ് നെഗറ്റീവ് ചാർജസ്. ഇമ്മൊബൈൽ പോസിറ്റീവ് ചാർജ്, ഇവിടെ ഓരോ പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ്ലി അയോണൈസ്ഡ് ഡോണർ ആറ്റംസ്, അതുപോലെ നെഗറ്റീവ്ലി അയോണൈസ്ഡ് അക്സെപ്റ്റർ ആറ്റംസ്. ഇവയ്ക്ക് മൂവ് ചെയ്യാനാവില്ല. ബിക്കോസ് ദീസ് ആർ ആറ്റംസ് വിച്ച് ആർ ബൗണ്ടഡ് ടു അതർ ആറ്റംസ് ഓർ ദേ ആർ ഫിക്സ്ഡ് ടു ദാറ്റ് ലാറ്റിസ് പ്ലേസസ്. ആ ലാറ്റിസുകളിൽ അവ പ്ലേസ് ചെയ്തിരിക്കപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ചാർജസ് മൊബൈലല്ല, ഇമ്മൊബൈലാണ്. അപ്പോൾ ഇമ്മൊബൈൽ പോസിറ്റീവ് ചാർജസ് ആൻഡ് നെഗറ്റീവ് ചാർജസ് വിൽ ബി പ്രൊഡ്യൂസ്ഡ് അലോങ് ദിസ് ലൈൻ ഓർ അലോങ് ദിസ് ലെങ്ത്. ഇങ്ങനെയാണ് നമ്മളൊരു പി എൻ ജംഗ്ഷൻ അവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഒരു പരിധി കഴിയുമ്പോൾ ഈ പോസിറ്റീവ് ചാർജിൻ്റെയും നെഗറ്റീവ് ചാർജിൻ്റെയും ഒരു കോൺസെൻട്രേഷൻ ആയി കഴിയുമ്പോൾ ഫർദർ ഡിഫ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ഗെറ്റ് സ്റ്റോപ്ഡ്. അതെങ്ങനെയാണെന്ന് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് പി എൻ ജംഗ്ഷൻ ആൻഡ് ഡ്യൂ ടു ദി കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് അക്രോസ് പി ആൻഡ് എൻ സൈഡ്സ്, holes diffuse from p side to n side and electrons diffuse from n side to p side. This motion of charge carriers gives rise to diffusion current across the junction. When an electron diffuses from n to p side, it leaves behind an ionized donor on n side. The ionized donor, being positive charge, is immobile as it is bonded to the surrounding atoms.
As the electron continues to diffuse from N to P, a layer of positive charge or a positive space charge region on N side of the junction is developed. Similarly, when a hole diffuses from P to N side due to the concentration gradient, it leaves behind an ionized acceptor atom. An ionized acceptor means negatively charged atom which is also immobile. As the holes continue to diffuse, a layer of negative charges or what is called a negative space charge region on the P side of the junction is developed. അതാണ് നമ്മൾ നേരത്തെ കണ്ട ചിത്രത്തിൽ കണ്ടത്. A junction nearby, you could see positive charges and negative charges due to the diffusion of electrons and holes across the junction. This space charge region on either side of the junction together is known as depletion region. As the electrons and holes taking part in the initial movement across the junction is completely depleted of. അപ്പോൾ ഇത്തരത്തിൽ ഇലക്ട്രോണുകളുടെയും ഹോളിൻ്റെയും ഡിഫ്യൂഷൻ മൂലം ജംഗ്ഷൻ്റെ നിയർ ബൈ ആയിട്ട് പോസിറ്റീവ് ചാർജസും നെഗറ്റീവ് ചാർജസും ബിൽഡപ്പ് ചെയ്യുന്നു. ആ ഭാഗത്ത് നമുക്ക് ഇപ്പോൾ ഒരു രീതിയിലുള്ള ഫ്രീ ചാർജസും കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ റീജിയനെ നമ്മൾ ഡിപ്ലീഷൻ റീജിയൻ എന്ന് വിളിക്കുന്നു. The meaning is, in this region, the free charges are completely depleted of. ആ ഒരു ഐഡിയ വരുന്നത് കൊണ്ടാണ് നമ്മൾ ഈ റീജിയനെ ഡിപ്ലീഷൻ റീജിയൻ എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് ഒന്നുകൂടി ആ ചിത്രത്തിൽ കാണാൻ സാധിക്കും. പി റീജിയനും എൻ റീജിയനും. എൻ റീജിയനിൽ നമുക്ക് എൻ റീജിയനിൽ വരുന്ന ഭാഗത്ത് പോസിറ്റീവ് ചാർജസ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും പി റീജിയനിൽ നെഗറ്റീവ് ചാർജസ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അവയ്ക്കൊരു സഫീഷ്യൻറ്റ് നമ്പറായി കഴിയുമ്പോൾ പിന്നെ ഇലക്ട്രോൺസിന് എൻ സൈഡിൽ നിന്ന് പി സൈഡിലേക്കോ അല്ലെങ്കിൽ ഹോൾസിന് പി സൈഡിൽ നിന്ന് എൻ സൈഡിലേക്കോ ഡിഫ്യൂസ് ചെയ്ത് പോകാൻ പറ്റില്ല ഡ്യൂ ടു ദി റിപ്പൾഷൻ. അവിടെ റിപ്പൾഷൻ ഉണ്ടാകുന്നതുകൊണ്ട് അവയ്ക്ക് പിന്നെ ഡിഫ്യൂഷൻ പ്രോസസ്സിൽ വരാൻ സാധിക്കില്ല. Due to the positive space charge region on N side of the junction and negative space charge region on P side of the junction, an electric field directed from positive charge towards negative charge develops. അപ്പോൾ ഈ ഡിഫ്യൂഷൻ നടക്കുമ്പോൾ പോസിറ്റീവ് ചാർജുകളുടെയും നെഗറ്റീവ് ചാർജുകളുടെയും എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഒരു സെപ്പറേഷനിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പോസിറ്റീവ് ചാർജിൽ നിന്ന് നെഗറ്റീവ് ചാർജിലേക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ദാറ്റ് മീൻസ് ഇലക്ട്രിക് ഫീൽഡ് സ്റ്റാർട്ട്സ് ബിൽഡിംഗ് അപ്പ്. അതിങ്ങനെ അതിൻ്റെ വാല്യൂ കൂടി വരാൻ തുടങ്ങും ഡിഫ്യൂഷൻ നടക്കുന്നതിലൂടെ. Due to this field, an electron on P side of the junction moves to N side and a hole on N side of the junction moves to P side. ഈ ഇലക്ട്രിക് ഫീൽഡ് അവിടെ വരുമ്പോൾ an electron on P side moves to N side. P side എന്ന് പറയുമ്പോൾ അവിടുത്തെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഹോൾസാണ്. പക്ഷേ അവിടെ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സും ഉണ്ടെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. ആ ഇലക്ട്രോണുകൾ ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സാന്നിധ്യത്തിൽ പി സൈഡിൽ നിന്നും എൻ സൈഡിലേക്ക് വരികയും അതുപോലെ ഹോൾ ഓൺ എൻ സൈഡ് വിച്ച് ഈസ് ദ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ഇൻ എൻ സൈഡ് ഓഫ് ദി ജംഗ്ഷൻ മൂവ്സ് ടു പി സൈഡ്. അപ്പോൾ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ആയിട്ടുള്ള ഇലക്ട്രോൺസുകളും ഹോൾസും ഇലക്ട്രിക് ഫീൽഡിൻ്റെ സാന്നിധ്യത്തിൽ ജംഗ്ഷൻ ക്രോസ് ചെയ്യാൻ തുടങ്ങും. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. മൂവ്മെൻറ്റ് ഓഫ് ചാർജസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഡ്രിഫ്റ്റ്. നേരത്തെ ഡിഫ്യൂഷൻ ആയിരുന്നു. എന്താ ഡിഫ്യൂഷൻ? കോൺസെൻട്രേഷനിൽ വ്യത്യാസം വന്നപ്പോഴുണ്ടായ മൂവ്മെൻ്റ് ആയിരുന്നു. ഇവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സാന്നിധ്യത്തിലുള്ള മൈനോറിറ്റി ചാർജ് കാരിയേഴ്സിൻ്റെ മൂവ്മെൻ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഡിഫ്യൂഷൻ കറണ്ടും ഡ്രിഫ്റ്റ് കറണ്ടും ഓപ്പോസിറ്റ് ഡിറക്ഷനിലാവണം. The motion of charge carriers due to the electric field is called drift. Thus, a drift current which is opposite in direction to the diffusion current starts. Initially, that is at the just after that junction is formed. That is initially, diffusion current is large and drift current is small. As the diffusion process continues, the space charge regions on either side of the junction extend, thus increasing the electric field strength and hence drift current. This process continues until the diffusion current equals the drift current. Thus a PN junction is formed. അപ്പോൾ ജംഗ്ഷൻ ആ ക്രിസ്റ്റലോഗ്രാഫിക് ആയിട്ട് അവ
ഫോം ചെയ്യുന്ന ആ ഒരു സമയം തുടക്കം ഡ്രിഫ്റ്റ് കറണ്ട് തീരെ ഇല്ലായിരുന്നു. കാരണം അവിടെ ഇലക്ട്രിക് ഫീൽഡ് ബിൽഡപ്പ് ചെയ്യാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ഡിഫ്യൂഷൻ പ്രോസസ്സിലൂടെയാണ് ആ ചാർജ് സെൻറ്റേഴ്സ് അവിടെ ഉണ്ടാവുന്നത്. പോസിറ്റീവ് ചാർജ്, ഇമ്മൊബൈൽ പോസിറ്റീവ് ചാർജും ഇമ്മൊബൈൽ നെഗറ്റീവ് ചാർജ്. അത് കൂടുന്തോറും ഡിഫ്യൂഷൻ കൂടുന്നതിനനുസരിച്ച് ഇവയുടെ കോൺസെൻട്രേഷൻ വർദ്ധിക്കുന്നു. അതുവഴി ഇലക്ട്രിക് ഫീൽഡും വർദ്ധിക്കുന്നു. ഇലക്ട്രിക് ഫീൽഡ് വർദ്ധിക്കുമ്പോൾ ഡ്രിഫ്റ്റ് കറണ്ടും വർദ്ധിക്കും. നൗ എ സ്റ്റേജ് ഈസ് റീച്ച്ഡ് വെയർ ദ ഡിഫ്യൂഷൻ കറണ്ട് ബാലൻസസ് ഡ്രിഫ്റ്റ് കറണ്ട്. അങ്ങനെ ഒരു കണ്ടീഷനിലേക്ക് എത്തുമ്പോഴാണ് അവ പൂർണ്ണമായും സ്റ്റോപ്പ് ചെയ്യപ്പെടുന്നത്. സോ ദെയർ ദ ഫർദർ മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് അക്രോസ് ദി ജംഗ്ഷൻ സ്റ്റോപ്സ് കംപ്ലീറ്റ്ലി. ഇപ്പോൾ ഈ ഒരു അവസ്ഥയാണ് നമ്മൾ ആ പി എൻ ജംഗ്ഷൻ കംപ്ലീറ്റ് ആയിട്ട് ഫോം ചെയ്തു എന്ന് പറയുന്നത്. ദാസ് എ പി എൻ ജംഗ്ഷൻ ഈസ് ഫോംഡ്. In a PN junction under equilibrium, there is no net current. Once that PN junction is completely formed, once it attains its equilibrium, there is the net current across the junction will be zero, because the drift current and diffusion current are same, they get balance each other. So there is no net current. The loss of electrons from the n region and the gain of electron by the p region causes a difference of potential across the junction of the two regions. The polarity of this potential is such as to oppose further flow of carriers so that a condition of equilibrium exists. Since this potential tends to prevent the movement of electron from the n region into the p region, it is often called a barrier potential. അപ്പോൾ അവിടെ ഡെവലപ്പ് ചെയ്യപ്പെട്ട പോസിറ്റീവ് ചാർജസും നെഗറ്റീവ് ചാർജസും, ജംഗ്ഷൻ്റെ തൊട്ടടുത്ത് വരുന്ന പോസിറ്റീവ് ചാർജസും നെഗറ്റീവ് ചാർജസിൻ്റെയും ഒരു കോൺസെൻട്രേഷൻ ബിൽഡപ്പ് ചെയ്യുമ്പോൾ അവിടെ ഒരു പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പൊട്ടൻഷ്യലിൻ്റെ ആ പൊളാരിറ്റി വീണ്ടും ഇലക്ട്രോണുകളുടെ മൂവ്മെൻറ്റിനെ ഒപ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ രീതിയിലാണ് ഇവിടെ പൊളാരിറ്റി ബിൽഡപ്പ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ഇവിടെ ഡെവലപ്പ് ചെയ്ത പൊട്ടൻഷ്യലിനെ നമ്മൾ ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയും. വിച്ച് സ്റ്റോപ്സ് ഇറ്റ് ആക്ട് ലൈക്ക് എ ബാരിയർ.